ഇന്ന് തിരൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു മത്സരം സത്യത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോലെ ആയിട്ടുണ്ട്. നമുക്കറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ 2020 മാച്ച് നടക്കുമ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മറ്റുള്ള മാച്ച് വൺ ഡേ മാച്ചൊക്കെ നടക്കുമ്പോൾ വലിയ ആരവമാണ്. അതേപോലെ തന്നെയാണ് ഈ മാച്ച് നടക്കുന്നത്. തീർച്ചയായും സ്വാഭാവികമായി ഇത്തവണ തിരൂർ എന്നുള്ളത് എൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും. നല്ലൊരു വിജയിക്കും. താനൂരിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ തിരൂർ നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയമോ വികസനമോ പറയാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ വികസന അജണ്ട വെച്ചാണ് കഴിഞ്ഞ 10 വർഷം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ആ ഒരു രീതി കാണുന്നില്ല. രാഷ്ട്രീയമായി എന്താണ് തങ്ങളുടെ നയം എന്ന് പറയാൻ ഈ പ്രചരണ വാഹനങ്ങൾക്കൊന്നും കഴിയുന്നില്ല. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും തെറ്റായിട്ടുള്ള വാർത്തകളും അത് ജനങ്ങളിൽ കളവ് പ്രചരിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജനങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. താങ്കൾ താനൂരിനെ പാകിസ്ഥാനോട് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ലീഗ് പറയുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് തിരൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു മത്സരം സത്യത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോലെ ആയിട്ടുണ്ട്. നമുക്കറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ 2020 മാച്ച് നടക്കുമ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മറ്റുള്ള മാച്ച് വൺ ഡേ മാച്ചൊക്കെ നടക്കുമ്പോൾ വലിയ ആരവമാണ്. അതേപോലെ തന്നെയാണ് ഈ മാച്ച് നടക്കുന്നത്. തീർച്ചയായും സ്വാഭാവികമായി ഇത്തവണ തിരൂർ എന്നുള്ളത് എൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും. നല്ലൊരു വിജയിക്കും. തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണല്ലോ എൻ്റെ അർത്ഥം. നമ്മൾ പറയുന്നത് യുവാക്കളാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആരവം പോലെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്തൊക്കെ പോയാലും നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ, ഇതെല്ലാം നടക്കണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ വേറെന്താ പറയാൻ? മുസ്ലിം ലീഗിനെയോ അവരുടെ പതാകയോ ഉദ്ദേശിച്ചിട്ടില്ല. അത് പ്രത്യേകം പറയണം. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രചാരണത്തിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ, എന്തെല്ലാം അനാവശ്യമായുള്ള കാര്യങ്ങൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ്. അതിനെന്താ മറുപടി പറയാനുള്ളത്? ഞങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വാഹനങ്ങളിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഇങ്ങനത്തെ വ്യത്യാഹത്തിൽ നടത്തുന്ന ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഈ പറയുന്നതിന് അടിസ്ഥാനം എന്താ? ഇവർ ഈ പറഞ്ഞ് നടക്കുന്ന ഒരു അടിസ്ഥാനമില്ല. കളവ് പ്രചരിപ്പിക്കുകയല്ലേ, അനാവശ്യമായ കളവുകൾ നടന്ന് പറയാം. ആ അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടു. അതിൽ ഏതെങ്കിലും സത്യസന്ധമായ ഒരു കാര്യം പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രചരണത്തിൽ ആശയപരമായിട്ടോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പരാമർശിക്കുന്നില്ല. തിരൂരിൽ നിന്നും അല്ലെങ്കിൽ താനൂരിൽ നിന്നും വന്നു നോക്കൂ. താനൂരിൽ നിന്ന് തിരൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ മണ്ഡലം. എൻ്റെ സ്വന്തം കോർട്ടിലേക്കാണ് ഞാൻ വന്നത്, എൻ്റെ മണ്ഡലത്തിലേക്ക്, എൻ്റെ തട്ടകത്തിലേക്കാണ് ഞാൻ വന്നത്, എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ വന്നത്. അവിടെ കുഞ്ഞാലിക്കുട്ടി ഓടിയിട്ടുള്ളത് സുരക്ഷിത മണ്ഡലം തേടി മലപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അത് വസ്തുതയല്ലേ? ഇവിടെ ഇപ്പോൾ KM ഷാജി അഴീക്കോടൊന്ന് ഓടിയെത്തിയത് വേങ്ങറിലാണ്, സുരക്ഷിത മണ്ഡലം തേടിയാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കെ ഇവിടെ പരാജയ ഭീതി നല്ല രീതിയിൽ അവരെ പിടിപെട്ടിട്ടുണ്ട്. എന്ത് വൃത്തികേടും പറയാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതെല്ലാം കേൾക്കുന്ന ജനങ്ങൾ കൃത്യമായിട്ടറിയാം, ഇതിലൊരു കാര്യമില്ല. ഇവരെല്ലാ കാലത്തും ഇങ്ങനെയാണ്. അവരുടെ സംസ്കാരം അതാണെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ആ സംസ്കാരം നിലനിർത്തി പോയാൽ അധിക കാലമൊന്നും ആ പാർട്ടി നിലനിൽക്കാൻ പോകുന്നത്. അതിലിപ്പോൾ വിമർശനത്തിനുണ്ടായ ഒരു കാരണം താങ്കൾ താനൂരിൽ എന്ന് പറഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ നമ്മൾ ജയിച്ചു നോക്കൂ. ആദ്യത്തെ രണ്ട് കളി എന്ന് പറഞ്ഞാൽ 2 മത്സരങ്ങളിൽ നമ്മൾ മുസ്ലിം ലീഗിനെയാണല്ലോ തോൽപ്പിച്ചത്. അതൊരു മാച്ച് വരുമ്പോൾ അങ്ങനെയാ പറയാം. ഇപ്പോൾ 3ാമത്തെ മാച്ച് നടക്കുന്നത് തിരൂരിലാണ്. ഈ മാച്ചിലും ജയിച്ചാൽ 3 മാച്ച് നമ്മൾ ജയിക്കും. മറ്റൊന്ന്